ഓൾ ഇന്ത്യ തലത്തിലുള്ള ഒരു വർഗീയ രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന നേതാവ് ഒരു ഹിന്ദു സന്യാസി അടുത്ത് വന്ന് ഒരു കടലാസ് കഷ്ണം കൊടുക്കുകയാണ്. എന്നിട്ട് അയാൾ സ്ഥലം വിടുകയാണ്. യോഹന്നാൻ 3:16-18 തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്നവ ആരും നശിച്ചു പോകാതിരിക്കത്തക്കവണ്ണം. അപ്പോൾ ഒരു ഇടിമിന്നൽ പോലെ എന്തോ ഒന്ന് ഇയാളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ആ കടലാസ് കഷ്ണത്തിൽ അവൻ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. അതവൻ്റെ ചങ്കോട് ചേർത്ത് അതവൻ സൂക്ഷിച്ചു വെക്കാനും തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് വായിക്കും. ആരാണ് ഈ ഏകജാതൻ? തൻ്റെ ഏകജാതൻ. ഹൈന്ദവ പുരാണങ്ങളില് ഏകജാതനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഏകജാതൻ മരത്തിൽ കെട്ടപ്പെട്ട് കൊല്ലപ്പെടുമെന്നും എല്ലാം പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ ഏകജാതൻ ആരാണ് എന്നൊരു ചോദ്യം, ആ ഏകജാതൻ കന്യകയിൽ നിന്ന് ജനിക്കുമെന്നും ഹൈന്ദവ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഈ ഏകജാതൻ കന്യകയിൽ നിന്ന് ജനിക്കുന്നു, മരത്തിൽ കെട്ടപ്പെട്ട് കൊല്ലപ്പെടുന്നു. ഇവൻ ആരാണ്? ഈ ചോദ്യം എൻ്റെ ഉള്ളിൽ ഉയരുകയും ഇടയ്ക്കിടയ്ക്ക് ഈ കടലാസ് കഷ്ണം എടുത്ത് ഇയാൾ വായിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കെ വടക്കേ ഇന്ത്യയിൽ നിന്ന് തെക്കേ ഇന്ത്യയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു രാത്രി, പാതിരാത്രിയോടടുത്ത് ട്രെയിൻ ഒരു റെയിൽവേ സ്റ്റേഷനോട് അടുക്കാറായപ്പോൾ അവൻ്റെ ഉള്ളിൽ ആരോ പറയുന്നൊരു ശബ്ദം, ഇവിടെ ഇറങ്ങുക, ഇവിടെ ഇറങ്ങുക. ആ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. ട്രെയിൻ അവിടെ നിന്നു. ഇറങ്ങാൻ അവന് ധൈര്യമില്ല, കാരണം പരിചയക്കാരാരുമില്ല. എങ്കിലും ട്രെയിൻ നിന്ന് കഴിഞ്ഞപ്പോൾ ആ ശബ്ദം കൂടുതൽ ഫ്രീക്വൻസിയോട് കൂടി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, ഇവിടെ ഇറങ്ങുക, ഇവിടെ ഇറങ്ങുക. ആ ശബ്ദം അവൻ വീണ്ടും വീണ്ടും കേട്ടോണ്ടിരുന്നു. ട്രെയിൻ വീണ്ടും ചൂളം വിളിച്ചു പുറപ്പെടാൻ തുടങ്ങുകയാണ്. ഉടനെ ആ സ്വരം വീണ്ടും പറഞ്ഞു, നീ ഇവിടെ ഇറങ്ങുക. അവൻ ചാടി ഇറങ്ങി. പരിചയമുള്ള ആരുമില്ല, ഏതാനും പോലീസുകാരും കാപ്പി വിൽക്കുന്നവരുമേ ഉള്ളൂ. മുമ്പോട്ട് നീങ്ങുക, മുമ്പോട്ട് നീങ്ങുക, മുമ്പോട്ട് നീങ്ങുക. അവൻ മുമ്പോട്ട് നടന്നു നീങ്ങി. ആ സ്വരം വീണ്ടും ശബ്ദിച്ചുകൊണ്ടിരുന്നു. അവൻ റെയിൽവേ സ്റ്റേഷൻ കടന്ന് റെയിൽ പാളയത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഈ സ്വരം കേട്ടുകൊണ്ടിരുന്നു, മുന്നോട്ട് നീങ്ങുക, മുന്നോട്ട് നീങ്ങുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പാതിരാത്രിയിൽ ഏതോ ഒരു വീടിൻ്റെ അടുത്തുകൂടെ അവൻ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് ആ ശബ്ദം പറഞ്ഞു, ഇവിടെ നിൽക്കുക, ഈ വാതിലിൽ മുട്ടുക. അവൻ അല്പനേരം അവിടെ നിന്ന ശേഷം ആ സ്വരം വീണ്ടും കേട്ടതുകൊണ്ട് അവൻ ആ വാതിലിൽ മുട്ടി. വാതിൽ തുറന്ന് ഒരാൾ പുറത്തു വന്നു. അത് ആ പ്രായം ചെന്ന ഹിന്ദു സന്യാസിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ ഒരു മാലാഖ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതുമാവാം. അവൻ ഈ കടലാസ് കഷ്ണം എടുത്തിട്ട് ആ പ്രായം ചെന്ന ഹിന്ദു സന്യാസിയോട് പറഞ്ഞു, ആരാണ് ഈ ഏകജാതൻ? എനിക്ക് ഈ ഏകജാതനെ കുറിച്ച് അറിയണം. അയാൾ പറഞ്ഞു, നീ എൻ്റെ കൂടെ താമസിക്കുക, ഞാനത് വിശദീകരിച്ച് തരാം. 2-3 ദിവസം അവിടെ താമസിച്ചു. ഈ ഏകജാതൻ യേശു ക്രിസ്തു അല്ലാതെ മറ്റാരുമല്ല എന്ന് അയാൾ പഠിപ്പിച്ചു കൊടുത്തു. അതിനുശേഷം തൊട്ടടുത്തുള്ള നർമ്മദ നദി കടന്ന് വനാന്തരത്തില് ഒരു ഗുഹയിൽ പോയി അവര് 6 മാസത്തോളം താമസിച്ചു അത്രേ. ബൈബിളെല്ലാം വിശദീകരിച്ചു കൊടുത്തു. അതിനുശേഷം ഇയാൾ ജ്ഞാനസ്നാനപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. വടക്കേ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ പ്രസംഗിച്ചു. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാർ കൂടെ അപ്പൻ പ്രധാന പൂജാരിയായ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ അവരെ കാണാൻ ചെന്നു. അവർ ഇവനെക്കുറിച്ച് കേട്ട് കഴിഞ്ഞിരുന്നു. അവനെ അവർ ഹൗസ് അറസ്റ്റിലാക്കി. അവിടെ ധാരാളം പേര് ഇവനെ കാണാൻ വന്നു. അവരോട് അവൻ സുവിശേഷം പ്രസംഗിച്ചു. അതിനുശേഷം ചിലർ മാമോദീസ സ്വീകരിക്കാൻ തയ്യാറായി. അപ്പോൾ ഇവരെ ഏതാനും പേര് വീട്ടുകാർ കൂടി ഇവനെ മർദ്ദിക്കുകയും ഒരു 36 കഷ്ണമായിട്ട് അവൻ്റെ എല്ലൊടിയുകയും ആരോ വന്നൊരു വിമാന ടിക്കറ്റ് ബോംബെയിലേക്ക് കൊടുക്കുകയും ബോംബെയിൽ ആശുപത്രിയിൽ വെച്ച് അവൻ സുഖം പ്രാപിച്ച് വീണ്ടും സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ദൈവത്തെ അറിയുക, ദൈവത്തിൻ്റെ അനന്ത സ്നേഹം അറിയുക, യേശുവിനെ അറിയുക, യേശുവിൻ്റെ
പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക. വാഗ്ദാന വചനം പറയുന്നു, മത്തായി 6:33 പറയുന്നു, ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ബാക്കിയുള്ളതിൽ പെടുമോ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ? പെടും. ഇത് ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് അത് മുൻഗണനയിൽ തന്നെ വരും. നമ്മുടെ പദ്ധതിയായി മാറുമ്പോൾ അവിടെ കുറച്ച് സ്വാർത്ഥത പദ്ധതിയും മാനുഷികമായ ഭയവും എല്ലാമായിരിക്കും നമ്മളെ നയിക്കുന്നത്. ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 4:19 വാഗ്ദാന വചനം, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എൻ്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം തരും. അതിൽ ഒന്നാമത്തെ പ്രയോറിറ്റി ആയിട്ട് എടുക്കാവുന്ന ഏതാ? ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നിറയുക. ദൈവം സ്നേഹമാണ്. ദൈവത്തിന്റെ അനന്ത സ്നേഹം കൊണ്ട് നിറയുക. ഒന്നാം സ്ഥാനം ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നിറയുക, ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറയുക. എസെക്കിയേൽ 36:27 ദൈവത്തിന്റെ പദ്ധതി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകനിലൂടെ ദൈവം വെളിപ്പെടുത്തുകയാണ്. എൻ്റെ ആത്മാവിനെ നിന്റെ ഉള്ളിൽ ഞാൻ നിക്ഷേപിക്കും. എൻ്റെ ആത്മാവിനെ നിന്റെ ഉള്ളിൽ ഞാൻ നിക്ഷേപിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദുഃഖത്തിന്റെ പര്യായമായിട്ട് നടക്കുമോ? ദുഃഖം, ഭയം, നിരാശ, ആകുലത, ഉത്കണ്ഠ ഇവയ്ക്ക് അടിമയാവുക നമ്മള്? ഇല്ല. ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കണം. എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ നിക്ഷേപിക്കും. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതിയ സൃഷ്ടിയാക്കി നിങ്ങളെ ഞാൻ മാറ്റും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവാത്മാവ് കൊണ്ട് നിറഞ്ഞ് കവിയുന്ന സമൂഹമാകണം, വ്യക്തികളാകണം നമ്മൾ ഓരോരുത്തരും. എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ നിക്ഷേപിക്കും. സമൂല പരിവർത്തനം, പ്രേക്ഷിത ദൗത്യം, ഇതെല്ലാം നമുക്ക് കിട്ടും. അപ്പോസ്തലന്മാര് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് പറയാവോ? അവര് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പോയി. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പോയി. ഇത് പെരക്കകത്ത് കയറിയിരിക്കുക. ഇനി ആരാ ചോദിക്കാൻ പോകുന്നത്? ഇനി ആരാ ചോദിക്കാൻ പോകുന്നത്? സാത്താൻ പറഞ്ഞു തരിക. ഇതേ സാത്താനെ ഈ പറഞ്ഞു തരുന്നത്. നീ പുറത്തു പോകണ്ട, നീ മനുഷ്യരെ കാണും, നീ അകത്തിരുന്നു. ലോകത്തിന്റെ അതിർത്തികളിലേക്ക് പോകേണ്ട നമ്മൾ, ദുഃഖിതരുടെ അടുത്തേക്ക് പോകേണ്ട നമ്മൾ, പതിനായിരങ്ങളോട് ദൈവവചനം പറഞ്ഞു കൊടുക്കേണ്ട നമ്മൾ, ജനകോടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട നമ്മൾ, സാത്താന്റെ നുണയും കേട്ട് അങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഉള്ള ആശുപത്രി എല്ലാം കയറി ഇറങ്ങുക. ഓർത്തോർത്തുള്ള ദുഃഖം വഴി പുറം വേദന, നടുവേദന, കാലുവേദന, ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും വേദന. എത്ര ചികിത്സിച്ചാലും സുഖം വരുന്നില്ല. കാരണം എന്താ? നമ്മളോട് തന്നെ വെറുപ്പ്. ഞാനിങ്ങനെ ജനിച്ചല്ലോ. പിന്നെ ദൈവത്തോടൊരു വെറുപ്പ്, മറ്റുള്ളവരോട് വെറുപ്പ്, സമൂലം കുറ്റം വിധി, ദേഷ്യം. ഇതാ നമ്മുടെ കൈമുതല്. അപ്പോ യേശു പറയാണ്, ഈ പരിപാടി പറ്റുകയല്ല, നിങ്ങള് മാനസാന്തരപ്പെടണം, നിങ്ങള് വീണ്ടും ജനിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞങ്ങൾ ഒരുവിധം മര്യാദക്കാരാണല്ലോ, മറ്റു പലരേക്കാളും മെച്ചമാണല്ലോ. ഞങ്ങൾ ദശാംശമൊക്കെ കൊടുക്കാൻ തുടങ്ങിയവർ ആണല്ലോ. ഞങ്ങൾ പ്രാർത്ഥനാ യോഗത്തിന് പോകുന്നുണ്ടല്ലോ. കർത്താവ് മുഖത്ത് നോക്കി പറയുന്നതാ,
നിക്കോദേമോസിനോട് പറഞ്ഞ വചനം ഇപ്പൊ പറയുന്നത് ഏതാ? സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ വീണ്ടും ജനിക്കണം. അതെങ്ങനെയാ കർത്താവേ? ഇത്രയും മുഴുപ്പുള്ള ഞാൻ, ഇത്രയും പ്രായമായ ഞാൻ അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കാൻ പറ്റുമോ? പണ്ഡിതനായ നിക്കോദേമോസ് ഒരു കൊച്ചുകുട്ടിയെ പോലെ ചോദിക്കുക. അന്നത്തെ നേതാക്കന്മാരിൽ, കൊള്ളാവുന്ന നേതാക്കന്മാരിൽ ഒരാളായിരുന്നു നിക്കോദേമോസ്. ആ നിക്കോദേമോസിനോട് യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിന്റെ ഉള്ളിലേക്ക് സ്വർഗരാജ്യം വരികയില്ല, നീ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആരുടെ രാജ്യമാണ് നിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നത്? ദുഃഖത്തിൻ്റെയും നിരാശയുടെയും പരാതിയുടെയും അവലാതിയുടെയും ലജ്ജാബോധത്തിൻ്റെയും ഒരു രാജ്യം. അതാരുടെയാന്ന് ഊഹിച്ചാൽ മതി. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. എന്തു പറയുന്നു? വചനമാകുന്ന ജലത്തിനാലും പാവനാത്മൻ റൂഹയാലും വീണ്ടും ഒരുവൻ ജനിച്ചിടേണം. ഈ നേരത്തെ പറഞ്ഞത് തിരിഞ്ഞില്ലെങ്കിൽ ഒരാളെ കൊണ്ട് പാട്ടായിട്ട് കർത്താവ് എഴുതി വെച്ചിരിക്കുക. ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടൊരു പാട്ട്. വചനമാകുന്ന ജലത്തിനാലും പാവനാത്മൻ റൂഹയാലും വീണ്ടും ഒരുവൻ ജനിച്ചിടേണം. വചനം കേട്ടു മാനസാന്തരപ്പെടണം, ദൈവവചനത്താൽ കഴുകപ്പെടണം, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം, നീ പുതിയ സൃഷ്ടിയാകണം, പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റണം. സമ്മതമാണോ? ആണോ? അങ്ങനെയാണെങ്കിൽ എന്തു വേണം? വചനത്തിന് വേണ്ടി ദാഹിക്കണം. എങ്ങനെ ദാഹിക്കണം? 1 പത്രോസ് 2:2 ഇളം കുഞ്ഞുങ്ങൾ അമ്മയുടെ മുലപ്പാലിന് വേണ്ടി കരയുന്നത് പോലെ ദൈവസന്നിധിയിൽ പറയണം, എനിക്ക് വചനം തരണമേ, എനിക്ക് വചനം തരണമേ, എനിക്ക് വചനം തരണമേ, വചനത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരണമേ എന്ന് കരയണം. ഇതുവരെ പ്രാർത്ഥിച്ച കാര്യമാണോ കർത്താവ് പറയുന്നത്? അല്ല, അത് കൂട്ടിച്ചേർത്ത് തരേണ്ട കാര്യമാണ്. അത് ഞാൻ തന്നോളാം. നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ചെയ്യണം. വചനത്തിനു വേണ്ടി കരയണം, വചനമാകുന്ന പാലിന് വേണ്ടി കരയണം. കൊച്ചു കുഞ്ഞ് കരഞ്ഞാൽ എപ്പോഴാ കരച്ചിൽ നിർത്തുന്നത്? കൊച്ചിന്റെ വിശപ്പ് പോയി, പാൽ ആവശ്യത്തിന് കിട്ടി, അതുവരെ കരയും. ഇത് ധ്യാന ദിവസങ്ങളിൽ ഒന്ന് പ്രാർത്ഥിച്ചു, പിന്നെ 2 ആഴ്ച കൂടെ പ്രാർത്ഥിച്ചു, പരിപാടി തീർന്നു, പിന്നെ അടുത്ത ധ്യാനമായി. ഈ പരിപാടി പറ്റുകയില്ലെന്ന് കർത്താവ് പറയാ. ഇളം കുഞ്ഞുങ്ങൾ അമ്മയുടെ മുലപ്പാലിന് വേണ്ടി കരയുന്നത് പോലെ ദൈവവചനത്തിന് വേണ്ടി കരയണം. ദൈവിക പദ്ധതികളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി കരയണം. നമ്മളൊരു കാര്യം ഓർക്കണം, സാർവത്രികമായ തിന്മ പാപമാണ്, സ്വാർത്ഥത. ദൈവമഹത്വം അന്വേഷിക്കാതെ, ദൈവ തിരുവിഷ്ടം അന്വേഷിക്കാതെ, ദൈവത്തിൻ്റെ അനന്ത നന്മകൾക്ക് നന്ദി പറയാതെ നമ്മൾ ചിന്തയിൽ വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക, അത് പാപമാണ്. സ്വാർത്ഥത, സ്വയം കേന്ദ്രീകൃത ജീവിതം, അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, അതിൽ നിന്ന് നമുക്ക് പരിവർത്തനമുണ്ടാകണം. ജീവിത പരിവർത്തനം, മാനസാന്തരം എല്ലാം ഉണ്ടാകണം. ദൈവ കേന്ദ്രീകൃതമായ, യേശു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കണം. നമ്മൾ എവിടുന്നാ വന്നിരിക്കുന്നത് പറയാവോ? അപ്പനും അമ്മയും ആഗ്രഹിച്ചിട്ടുണ്ടായതാണോ നമ്മൾ? ആകാം, അല്ലായിരിക്കാം. അപ്പനും അമ്മയും ആഗ്രഹിച്ചാൽ നമ്മളെപ്പോലെ ഒരു ആളെ ജനിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം ഇത് നമ്മുടെ അപ്പനും ദൈവമാണ്. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് നമ്മൾ ഉണ്ടായതും വളർന്നു വന്നതും നിത്യജീവനിലേക്ക് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ ദൈവമഹത്വത്തിന് വേണ്ടി ജീവിക്കണം. നന്ദി സ്തുതിയും നിറഞ്ഞ ജീവിതം നയിക്കണം. ദൈവമേ, അങ്ങയുടെ പ്ലാനും പദ്ധതിയും എന്തായാണ് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇതെല്ലാം വേണം. കല്യാണം
വിവാഹമെന്ന കൂദാശ സ്വീകരിക്കാനായിട്ട് പള്ളിയിൽ നിൽക്കുമ്പോൾ വധൂവരന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് ഈ നിൽക്കുന്ന റോസയെ, മത്തായിയെ, അല്ലെങ്കിൽ എന്നാ പേരെന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ട് നിനക്ക് ഭാര്യയായി ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ? അങ്ങനെയല്ലേ ചോദിക്കുന്നത്. മിശിഹായുടെ നിയമം എന്നതാ? സ്വന്തം ഇഷ്ടം ചെയ്യലല്ല, പിതാവിൻ്റെ തിരുവിഷ്ടം ചെയ്യുന്നു. പിന്നെ മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി സ്വന്തം ജീവിതം ബലിയർപ്പിക്കുന്നു. മിശിഹായുടെ നിയമം. പ്രൈസ് ദി ലോർഡ്. അപ്പം മിശിഹായുടെ നിയമം അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. ദൈവ തിരുവിഷ്ടത്തിന്റെ ദാസൻ യേശു പിതാവിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിച്ചു. പരിശുദ്ധാത്മാവ് പറയാത്ത ഒന്നും ചെയ്തില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു മാനസാന്തരം വേണം. യേശു ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:29. റോമ 8:29. ദൈവം വിളിച്ചവര് തൻ്റെ പുത്രന്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. അപ്പൊ പിതാവ് ആഗ്രഹിക്കുന്നത് എന്താണ്? തൻ്റെ പുത്രന്റെ സാദൃശ്യത്തിലേക്ക് നമ്മള് രൂപാന്തരപ്പെടണം. യേശുവിൽ പാപം ഉണ്ടായിരുന്നോ? സ്വാർത്ഥത ഉണ്ടായിരുന്നോ? ഇല്ല. സ്വാർത്ഥ കാര്യങ്ങളെ കുറിച്ച് യേശു ദുഃഖിച്ചുമില്ല. പ്രൈസ് ദി ലോർഡ്. പിതാവിന്റെ ഇഷ്ടത്തിന്റെ ദാസനായി ജീവിച്ചു. ഹെബ്രായരുടെ 12:2 പറയാണ്, അവൻ ദൈവമായിരുന്നെങ്കിലും. ഫിലിപ്പിയർ 2:5-7 പറയുന്നുണ്ട്, അവൻ ദൈവമായിരുന്നെങ്കിലും ദൈവത്തോടുള്ള തുല്യത വേണ്ട എന്ന് വെച്ചു. ആകൃതിയിൽ മനുഷ്യനായി, ദാസനായി, അനുസരണമുള്ളവനായി. എത്രമാത്രം അനുസരിച്ചു? കുരിശു മരണത്തോളം അനുസരണമുള്ളവനായി. അതുകൊണ്ട് പിതാവായ ദൈവം യേശുവിന് ഏറ്റവും വലിയ നാമം കൊടുത്തു. യേശുവിന്റെ നാമത്തിന്റെ മുമ്പില് പൈശാചിക ശക്തികൾ വിട്ടുപോകും, രോഗപീഠകൾ വിട്ടുപോകും, ദുഃഖഭയങ്ങൾ വിട്ടുപോകും, സന്തോഷം സമാധാനം നിറയും. യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ എന്ന് പറയുമ്പോൾ യേശുവിന്റെ ജീവിതത്തിന്റെ യോഗ്യതയിൽ കാലുകളൊക്കെ മാറിയൊക്കെ ഒന്ന് ചവിട്ടി നോക്കിയേ. ചിലരുടെ കാലുകൾക്കൊക്കെ ബലം തരുന്നു. എന്തിനാണെന്നറിയാവോ? നടന്നു പോയി സുവിശേഷം പ്രസംഗിക്കേണ്ട കാലുകളാ. ചുമ്മാ ഇങ്ങനെ സ്വന്തം തടിയും താങ്ങി ആയുഷ്കാലം മുഴുവൻ ഈ ഒരിച്ചാണ്ട് വയറിന് വേണ്ടി ജീവിക്കേണ്ടവരല്ല നമ്മള്. പാദങ്ങൾ സുന്ദരങ്ങളാണെങ്കിൽ ജീവിതവും സുന്ദരമായി മാറും. അപ്പോൾ ഈ 2 കാല് തന്നിരിക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട് ദൈവത്തിന്. എന്താ അത്? നമ്മുടെ ഈ തടിയും താങ്ങി പിടിച്ച് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയുള്ളതല്ല. പിന്നെയോ നടന്ന് പോയി മറ്റുള്ളവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കാൻ അവസരം കിട്ടുമ്പോഴൊക്കെ പറഞ്ഞു കൊടുത്തോണം. പ്രൈസ് ദി ലോർഡ്. ഒരു രോഗശാന്തി പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുമ്പോൾ അതും ചെയ്യണം. ഞങ്ങള് ഒരിക്കൽ നാഗമ്പടത്ത് കൺവെൻഷൻ നടത്തുമ്പോൾ പറഞ്ഞു, ബ്രസ്റ്റിൽ മുഴയുള്ള ഒരു സഹോദരിയെ സുഖപ്പെടുത്തുന്നു. പിറ്റേ ദിവസം സാക്ഷ്യപ്പെടുത്താൻ വരാൻ പറഞ്ഞു. സുഖപ്പെട്ടത് ആരാന്ന് വെച്ചാൽ 32 പേര് വന്ന് സാക്ഷ്യപ്പെടുത്തിട്ട് പോയി. അപ്പൊ കർത്താവിന് വല്ല അസാധ്യം ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്.